വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരത്തെ ഒരു വിശേഷമാണ്. അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കണ്ട് കുട്ടികൾക്കൊക്കെ പനിയായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഒക്കെ ഒന്ന് കിടന്നുറങ്ങി നീച്ച് ഇപ്പോൾ ഒരു 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അവർക്ക് ചായ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ബൂസ്റ്റോ ഹോർലിക്സ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണ്ടേ, പനിയൊക്കെ അല്ലേ, അപ്പോൾ ഒന്നും ഫുഡ് കഴിക്കണമെന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഏതായാലും പാത്രം ഒന്നും മോറാതെ കിടന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് മോറി വൃത്തിയാക്കി വെച്ച് പിന്നെ ഞാൻ അവർക്ക് ഒരു ഹോർലിക്സ് ഇട്ടിട്ടാണ് അങ്ങനെ ഹോർലിക്സൊക്കെ ഇട്ട് കൊടുത്ത് അവരൊക്കെ അത് കുടിക്കുന്ന ടൈമായിരുന്നു. പിന്നെയാണ് കുറച്ച് ദിവസമായിരുന്നു പൊമ്മക്കുട്ടിയൊക്കെ കയറിയിട്ട് ബൊമ്മ ടെഡി ബിയർസാണൊക്കെ കയറി ഇതായിക്കൊണ്ട് പനിയൊക്കെ പോരൽ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് തുന്നി കൂട്ടി വെക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നണ ടൈമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടി നൊലൊഴുക്കണമുണ്ട്. കുട്ടിക്ക് എന്തൊക്കെയാണ് പറയാനുണ്ട്, പനിയല്ലേ. ഇപ്പോൾ പനിയൊക്കെ മാറിയല്ലേ, അൽഹംദുലില്ലാ, ഇന്ന് കുഴപ്പമൊന്നുമില്ല. പനിയൊക്കെ സ്കൂളിൽ പോയി. പൊന്നൂസിന് ലീവാണ്, തലവേദനയായിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല. പിന്നെ ഐബി കുഞ്ഞ എൻ്റെ പനിയൊക്കെ മാറി. അപ്പം ഇങ്ങനെ വൈകുന്നേരത്തേക്ക് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഉണ്ട്. മീനാണ്, വത്തള്, നെത്തോലി, അങ്ങനെ എന്തെല്ലാം പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടേ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് പൊരിക്കും, കുറച്ച് കറി വെക്കും ചെയ്ത്. പിന്നെ രാത്രിക്ക് കുട്ടികൾക്ക് ഒന്നും ഫുഡൊന്നും ശരിക്കും വേണ്ട, അപ്പോൾ പനിയൊക്കെ അല്ലേ. അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി തന്നെ ഞങ്ങൾ തിന്നോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുള്ള് നന്നാക്കാനുള്ള മടി കൊണ്ട് കുറച്ച് ഞാനങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഫ്രീസറിൽ വെച്ചു. പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ ചെറുള്ളിയിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. കുറേ ഇതൊക്കെ നല്ല റിസ്ക്കുള്ള പണിയായതുകൊണ്ട് കുറച്ചുള്ള എടുത്തിട്ട് തോൽ പൊളിക്കലൊക്കെ ഒരു മടി പിടിച്ച കാര്യമല്ലേ. അപ്പം അങ്ങനെ മീനൊക്കെ റെഡിയായി. പൊരിക്കാനുള്ളത് പൊരിക്കലും വറ്റിക്കാനുള്ളത് വറ്റിക്കലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.